റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെച്ചൊല്ലി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കെതിരെ ഇറക്കുമതി തീരുവ ചുമത്തിയപ്പോൾ അതിനോട് വിദേശകാര്യമന്ത്രി എസ്. ജയശങ്കർ ശക്തമായി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ മറുപടിയുടെ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. അമേരിക്കൻ യുക്തി അമ്പരപ്പിക്കുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെക്കുറിച്ച് അമേരിക്ക ഉന്നയിക്കുന്ന വാദങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. ആഗോള ഊർജ്ജ വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപ് അമേരിക്ക തന്നെ ഇന്ത്യയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് നേർവിപരീതമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇന്ത്യയുടെ ഇറക്കുമതിക്ക് മാത്രം പ്രത്യേക നയം എന്തിന്? റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയല്ല, ചൈനയാണ്. കൂടാതെ റഷ്യൻ LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയനാണ്. എന്നിട്ടും അവർക്കൊന്നും ബാധകമല്ലാത്ത രീതിയിൽ ഇന്ത്യയ്ക്കെതിരെ മാത്രം അധിക തീരുവ ചുമത്തുന്നത് നീതീകരിക്കാനാവാത്തതാണ്. ആരും ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് വാങ്ങാതിരിക്കുക. ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. ഇന്ത്യയുടെ താൽപ്പര്യങ്ങളാണ് പ്രധാനം. ഇന്ത്യയുടെ വിദേശനയം രൂപീകരിക്കുന്നത് 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയും താൽപ്പര്യങ്ങളും മുൻനിർത്തിയാണ്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് എണ്ണ ലഭിക്കുന്നോ അവിടെ നിന്ന് വാങ്ങുന്നത് തുടരും. വ്യാപാരബന്ധം തുടരും. യുഎസിന്റെ ഈ നീക്കം ഇന്ത്യ-അമേരിക്ക ബന്ധത്തിന് തിരിച്ചടിയാണെങ്കിലും ചർച്ചകൾ തുടരും. കൂടാതെ റഷ്യയുമായുള്ള വ്യാപാരബന്ധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചുരുക്കത്തിൽ, ട്രംപിന്റെ തീരുമാനത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യയുടെ വിദേശനയം സ്വതന്ത്രവും രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതുമാണെന്നും ജയശങ്കർ വ്യക്തമാക്കുകയായിരുന്നു.